ആ സുരേഷേ, ഒറ്റ തന്തയ്ക്കുണ്ടായ രീതി കാണിക്കും സുരേഷേ, അല്ലാണ്ട് പല തന്തയ്ക്കുണ്ടായ രീതി കാണിക്കല്ലേ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇയാളൊരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇയാളുടെ കൊച്ചിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഇയാൾ പറഞ്ഞ കാര്യമാണ്, മച്ചമ്പിയുടെ വീഡിയോ ഞാൻ ഇടത്തില്ല, ഒരു വീഡിയോ ഇടില്ല, ട്രോളാൻ വരില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് മാഷേ ആ കൊച്ചിനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യണേ? അപ്പം നീ പറഞ്ഞു, അയ്യോ ഞാൻ സത്യമായിട്ടും വീഡിയോ ഇടാൻ വരില്ല, ഇനി മച്ചമ്പീനെ ട്രോളില്ല, ഞാൻ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ പോയിട്ട് കുറേ ആൾക്കാരെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെന്തെങ്കിലാട്ടെ. അപ്പം നിൻ്റെ രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഈ ജനങ്ങൾക്ക് മനസ്സിലായി. ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു നേര് വേണം, മനസ്സിലായ? നീ എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരു സ്ത്രീയായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണ് വൃത്തികേട്? ഞാൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അവരായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ എന്തെങ്കിലും റൂമിലെ സീനോ എന്തെങ്കിലും ഉണ്ടോ? അവരായിട്ട് എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ ഉള്ള വീഡിയോ ആണെങ്കിൽ ഓക്കെ, അവരവരുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്നെ ബാധിക്കുന്ന കേസല്ല. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ഇളക്കാൻ നിൽക്കണ്ട. നീ ഒരു പണി, പുതിയ വീഡിയോ നോക്ക്. ഈ പഴയ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന എടുത്തുകൊണ്ട് വെച്ചിട്ട് ഈ മറ്റിടത്തെ ശബ്ദരേഖ കയറ്റിയിട്ടുള്ള പരിപാടി സ്റ്റോപ്പ് ചെയ്യേ, എന്നിട്ട് പുതിയ വീഡിയോ നീ നോക്ക്. പിന്നെ നീയൊന്നല്ല, ആര് വിചാരിച്ചാലും എനിക്കൊരു മാറ്റം വന്നെങ്കിൽ ഞാൻ വിചാരിക്കണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് നീ കുറേ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിനക്ക് റീച്ചിനല്ല എന്നുണ്ടെങ്കിൽ നീ ഒരു പണിക്ക് എൻ്റെ വീഡിയോസ് അങ്ങ് വിട്. നിനക്ക് റീച്ചിനല്ലെങ്കിൽ നീ എൻ്റെ വീഡിയോ വിട്ടിട്ട് നീ വേറെ വീഡിയോസൊക്കെ ഇട്ട് നോക്ക്. എൻ്റെ വീഡിയോ ഇടുമ്പോഴുള്ള 10 പേര് എങ്ങനെ? പിന്നെ നീ ഇന്നലെ പറഞ്ഞ് പെരേര നന്നായി, പെരേരയുടെ വീഡിയോ ഞാൻ ഇടല്ല, അവൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് പെരേരയുടെ അതൊരു ആൽബത്തിൻ്റെ ഷൂട്ടാണ്. തൻസീർ കൂത്തുപറമ്പെന്ന് പറഞ്ഞ ആളുണ്ട്, നീ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആൽബമാണ്, അദ്ദേഹം ചെയ്തിരിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ ഒക്കെ നീ ഒന്ന് കേട്ട് നോക്കും. അവരുടെ ആൽബത്തിൻ്റെ ഷൂട്ടാണത്, മനസ്സിലായോ? അപ്പം നീ അത് പെരേരയുടെ കൂടെയുള്ള പമ്പയുടെ വീഡിയോ നീ എടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ നിന്നെ അളക്കാവുന്ന കേസുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം പമ്പയുടെ ഹസ്ബൻഡ് എന്നോട് ചൂടാവണ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കട്ടിങ് സീനാണത്. അതെല്ലാവർക്കും അറിയാം. ഇൻ്റർവ്യൂവിൻ്റെ എന്തെങ്കിലും ഒരു കട്ടിങ് സീന്, ഒരു ഉടക്കുണ്ടാക്കണത് ഇട്ടാലാണ് റീച്ച് ഉണ്ടാവുള്ളൂ. അത് നീ എടുത്തിട്ടിട്ട് എന്നെ ആരോ തല്ലി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു. അപ്പം നിൻ്റെ ഉദ്ദേശം എന്താണ്? നിനക്ക് റീച്ചാണ്, നിൻ്റെ പേജിൽ നിന്ന് റീച്ച് കിട്ടണമെങ്കിൽ എന്നെ എടുത്ത് തരണം, അല്ലാണ്ട് നീ വേറെ എന്തിട്ടാലും കാണത്തില്ല ആൾക്കാർ. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരൊറ്റ തന്തയുള്ളെങ്കിൽ ആ തന്തയുടെ നേരെ കറക്റ്റ് ആണെങ്കിൽ നീ തന്തയില്ലാത്തരം കാണിക്കാണ്ട് ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതെടുത്തിട്. പുതിയ വീഡിയോ ചെയ്യില്ലേ, അതിലെന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നീ എടുത്തിട്ട്, അല്ലാണ്ട് പഴയ വീഡിയോ നീ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിടേണ്ട കാര്യമുണ്ടോ? നീ നോക്ക്, ആ സ്ത്രീയായിട്ട് ഞാൻ എന്തെങ്കിലും തുണിയില്ലാത്ത വീഡിയോ അല്ലേ ചെയ്തേക്കണത്. ഒരു റീല് ചെയ്തു, 1-2 റീല് ചെയ്തു. പിന്നെ അവരുടെ വ്യക്തിപരമായ കാര്യത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ കൂട്ടിക്കൊടുപ്പ്, അത് നിനക്ക് ചേരുന്ന പണിയാണ്, നീ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് കൂട്ടിക്കൊടുപ്പ്. അത് ചാരിറ്റിയുടെ മറവിൽ നീ ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ഉള്ളവർ വരെ പറയുന്നുണ്ട്. അത് എൻ്റെ കുഴപ്പമല്ല, അത് നിൻ്റെ കുഴപ്പമാണ്. അത് നീ ഒരു ഒരു വീഡിയോ ഇട്, നീ സഹായിച്ചേക്കണ ആൾക്കാരുടെ പേരും കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കണ വീഡിയോയും ഫോട്ടോയൊക്കെ ഇട്ടിട്ട് നീ ഒന്ന് വെള്ള പൂശ്. അപ്പോൾ ആൾക്കാർ എന്നെ തെറി പറഞ്ഞോളൂ. അപ്പോൾ എന്നെ തെറി പറഞ്ഞോളൂ, നിന്നെ മഹാനായിട്ട് കാണും. അതെങ്ങനെയുണ്ട്? നീ ആ കൊടുത്തേക്കണ പൈസയില്ലേ, അതൊക്കെ ഒന്ന് കൊടുക്കണം, അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഒന്നിട്. അപ്പോൾ എന്നെ തെളിവ് പറയും ആൾക്കാർ. അതെങ്ങനെയുണ്ട് മച്ചമ്പി? അപ്പോൾ ഇയാൾ മാന്യൻ, മഹാനാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും മച്ചമ്പി. അല്ലാണ്ട് പഴയ വീഡിയോ എടുത്തിട്ട് ഈ അരി വറക്കണ പരിപാടി അല്ലെങ്കിൽ മയിര് പരിപാടി ആദ്യം സ്റ്റോപ്പ് ചെയ്യേ. എന്തായാലും പിന്നെ നീ ഒരു കാര്യം കൂടെ പറഞ്ഞ് വിഷമമായിട്ടാ, ഞാൻ നല്ല വീഡിയോ ഒക്കെ ഇടുമ്പോഴും നീ പറയുകയാണ് ഇപ്പോഴും അയാളുടെ പേജിൽ അല്ല എൻ്റെ കുറേ വീഡിയോസ് ഇടുമെന്ന്. അത് ഇട്ടാലും നിനക്ക് കുറ്റമാണോ സുരേഷേ?